ഊർമിള, കവികൾ വാഴ്ത്തിപ്പാടാൻ മറന്നുപോയ നായിക, ജനകന്റെ രക്തത്തിൽ പിറന്ന പുത്രിയായിട്ടും വളർത്തുമകളായ സീതയുടെ പ്രഭാവത്തിനു മുന്നിൽ നിഴൽ പോലെ ഒതുങ്ങേണ്ടി വന്നവൾ, ലക്ഷ്മണന്റെ ഭാര്യ. ശ്രീരാമനോടുള്ള അത്യാദരവ് മൂലം സ്വന്തം പത്നിയായ ഊർമിളയ്ക്ക് അർഹിക്കുന്ന പരിഗണന നൽകാൻ ലക്ഷ്മണനും കഴിഞ്ഞിരുന്നില്ല. എന്നിട്ടും ഊർമിള ലക്ഷ്മണനോട് ഒരിക്കലും പരിഭവിച്ചില്ല. ലക്ഷ്മണന് മേഘനാഥനെ വധിക്കാനായതും സീതയെയും രാമനെയും വനവാസ സമയത്ത് വേണ്ട വിധം പരിചരിക്കാനായതും ഊർമിളയുടെ ത്യാഗം കൊണ്ടും സ്നേഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും മാത്രമായിരുന്നില്ലേ? പതിവ്രതയുടെ ആൾരൂപമായി സീതയെ കാലം മുത്തുകുത്തിയപ്പോൾ 14 വർഷത്തെ ഭർത്താവിന്റെ അഭാവത്തിലും തന്റെ പാതിവ്രത്യം കാത്തു സൂക്ഷിച്ച ഊർമിളയെ കാലം ഓർക്കാതെ പോയി. ഭർത്താവിനെ പിരിഞ്ഞിരിക്കുമ്പോഴും ഭർത്താവിന്റെ അമ്മയെ കൃത്യമായി പരിപാലിച്ച അവളിലെ കുടുംബിനിയെ ആരും തിരിച്ചറിഞ്ഞില്ല. തന്റെ ഭർത്താവ് വനവാസത്തിന് പോകാനൊരുങ്ങിയപ്പോൾ ഞാനും വരട്ടെ എന്ന് അവൾ ചോദിച്ചിരുന്നു. നീ വന്നാൽ എനിക്കെന്റെ ജ്യേഷ്ഠനെയും ജ്യേഷ്ഠത്തെയും കൃത്യമായി പരിചരിക്കാൻ കഴിയില്ലെന്ന ലക്ഷ്മണന്റെ മറുപടി അവളെ എത്രമാത്രം വേദനിപ്പിച്ചിരിക്കാം. ശ്രീരാമ ഭഗവാൻ ഊർമിളയെ ആദരിച്ച കഥ കേട്ടിട്ടുണ്ടോ? ആ കഥ ഇങ്ങനെയാണ്. 14 വർഷത്തെ വനവാസത്തിനു ശേഷം ശ്രീരാമ ലക്ഷ്മണന്മാർ സീതയ്ക്കൊപ്പം അയോധ്യയിലേക്ക് തിരിച്ചെത്തുന്ന ദിവസം അയോധ്യാവാസികളെല്ലാം സന്തോഷത്താൽ ആർപ്പുവിളിച്ചു രാജകൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. എന്നാൽ ആഘോഷത്തിൽ ഒരാളെ മാത്രം കാണാനില്ലായിരുന്നു. ലക്ഷ്മണ പത്നിയായ ഊർമിളാദേവി. തന്റെ പത്നിയെ കാണാതിരുന്ന ലക്ഷ്മണൻ അവളെ അന്വേഷിച്ച് അകത്തേക്ക് കയറി. അവിടെ എത്തിയപ്പോൾ ഊർമിളദേവി കൊട്ടാരത്തിൽ സന്നിഹിതരാകുന്ന എല്ലാവർക്കും ആഹാരം പാകം ചെയ്യുന്നതിന്റെ മേൽനോട്ടത്തിലായിരുന്നു. 14 വർഷങ്ങൾക്ക് ശേഷം തന്റെ ഭർത്താവിനെ കണ്ടിട്ടും പ്രത്യേകിച്ച് യാതൊരു ഭാവഭേദവും കാണിക്കാതെ ഊർമിളദേവി തന്റെ പതിയായ ലക്ഷ്മണന്റെ പാദങ്ങളെ തൊട്ട് നമസ്കരിച്ച് സന്തോഷത്തോടെ തന്റെ ജോലി തുടരുന്നു. വനവാസത്തിന് കൂടെ കൂട്ടാഞ്ഞതിലുള്ള പരിഭവമാണോ, അതോ ഇത്രയും നാൾ കാണാതിരുന്നപ്പോൾ തന്നെ മറന്നുവോ എന്നോർത്ത് ലക്ഷ്മണൻ അസ്വസ്ഥനാകുന്നു. അന്നേ ദിവസം രാത്രിയിൽ ലക്ഷ്മണൻ നോക്കുമ്പോൾ ശ്രീരാമൻ ഊർമിളയുടെ അന്തപുരത്തിലേക്ക് നടന്നു പോകുന്നത് കാണുന്നു. രാമൻ അറിയാതെ പുറകെ ചെന്ന് ലക്ഷ്മണൻ നോക്കുമ്പോൾ ശ്രീരാമദേവൻ ഉറങ്ങിക്കിടക്കുന്ന തന്റെ പത്നിയായ ഊർമിളയുടെ പാദങ്ങൾ തൊട്ട് ശിരസിൽ വെക്കുന്നതാണ് കണ്ടത്. ഊർമിളാദേവി ഞെട്ടി എഴുന്നേൽക്കുന്നു. രാമദേവനെ കണ്ട മാത്രമേ അതിശയത്തോടെ ചോദിച്ചു, രാമദേവ, അങ്ങ് എന്താണ് ഈ കാണിച്ചത്? സർവരാലും പൂജിക്കപ്പെടുന്ന അങ്ങ് എന്റെ കാൽ തൊട്ട് വന്ദിക്കുന്നു. ശ്രീരാമദേവൻ പറഞ്ഞു, ദേവി, സ്ഥാനം കൊണ്ട് നീ എന്റെ അനുജത്തിയാണ്. പക്ഷേ നീ ചെയ്ത ത്യാഗത്തിനു മുമ്പിൽ ഞാൻ നന്നേ ചെറുതാണ്. ഈ പാദത്തിൽ നമിക്കാൻ മാത്രമേ എനിക്ക് സാധിക്കൂ. ദേവിയുടെ ത്യാഗം ഒന്നുകൊണ്ട് മാത്രമാണ് എന്റെ കർമ്മങ്ങൾ കൃത്യമായി എനിക്ക് ചെയ്തു തീർക്കാനായത്. മാത്രവുമല്ല, ദേവി ഇവിടെ ഉള്ളതുകൊണ്ട് മാതാവ് കൗസല്യയെ വേണ്ട പോലെ പരിചരിക്കുമെന്ന സമാധാനവും എനിക്കുണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് ഞാൻ ദേവിയെ കാൽ തൊട്ട് വന്ദിച്ചത്. ഇത് കേട്ട ഊർമിളയുടെ കണ്ണുകൾ നിറയുന്നു. അവൾ അത്രയും ഭക്തിയോടെ ശ്രീരാമനെ തൊഴുതു പറഞ്ഞു, ശ്രീരാമപ്രഭു, അങ്ങയുടെ അനുഗ്രഹത്താലാണ് ഇതെല്ലാം എനിക്ക് സാധിച്ചത്. വനവാസത്തിന് പോകുമ്പോൾ അങ്ങ് എനിക്കൊരു വരം തന്നിരുന്നു. ഒരു നിമിഷം പോലും എന്റെ പതിയെ പിരിഞ്ഞിരിക്കുന്നു എന്ന വിഷമം എനിക്കുണ്ടാകില്ലെന്ന്, സദാ പതിയോടുകൂടി സന്തോഷത്തോടെ ഇരിക്കുന്ന അനുഭവം എനിക്കുണ്ടാകുമെന്ന്. ആ വരമാണ് 14 വർഷം ജീവിക്കാൻ എന്നെ പ്രാപ്തയാക്കിയത്. ഊർമിള ത്യാഗത്തിന്റെ പ്രതീകം. സീത തന്റെ പതിയെ ഒരു നിമിഷം പോലും പിരിയ വയ്യാതെ വനവാസത്തിന് പോയപ്പോൾ 14 വർഷത്തെ വിരഹം അറിഞ്ഞത് അവളായിരുന്നു. ശ്രീരാമന്റെ കീർത്തി ഉയർത്തിപ്പിടിക്കാൻ ലക്ഷ്മണനെ വിട്ടുകൊടുത്ത ഭർത്തമതിയായ ഊർമിള നഷ്ടപ്പെടുത്തിയത് 14 ആണ്ടിന്റെ ഭർത്തസുഖമാണ്, യൗവനമാണ്. ത്യാഗത്തിന്റെ കാര്യത്തിൽ രാമായണത്തിലെ സ്ത്രീ കഥാപാത്രങ്ങളിൽ ഉന്നത സ്ഥാനം ഊർമിളയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്.